സുഹൃത്തുക്കളെ, പലരും വിശ്രമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന തൻ്റെ 50-ാമത്തെ വയസ്സിൽ മണ്ണിൽ പൊന്നു വിളയിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നിലമ്പൂർ സ്വദേശിയും പ്രവാസിയുമായ സംസീർ കാക്ക. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നടാൻ വേണ്ടി വാങ്ങിവെച്ച തൈകളാണ്. നിലവിൽ അദ്ദേഹം ദുബായിലായതുകൊണ്ട് ഈ തൈകളെല്ലാം നടാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും നമ്മുടെ മനും കൂടി ആ തൈകളെല്ലാം അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ജീപ്പിലേക്ക് ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അകമ്പാടമുള്ള ആ ഒരു തോട്ടത്തിൽ കൊണ്ടുപോയി നടണം. അവിടെയാണ് നടുന്നത്. അപ്പം നേരെ നമുക്ക് അകമ്പാടം എത്തിയിട്ട് കാണാം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ബായ്. ഓക്കെ. അങ്ങനെ നമുക്ക് പ്ലാന്റ് നടാനുള്ള തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മഴയുണ്ട് പെയ്തപ്പോൾ തന്നെ അവിടെ കംപ്ലീറ്റ് കാട് മൂടിയിട്ടുണ്ട്. കാടല്ല, പുല്ല് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ വെട്ടേണ്ടി വരും പുല്ല്. അങ്ങനെതാ നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ നല്ല അടിപൊളി പ്ലാന്റുകളാട്ടോ. റംബുട്ടാനൊക്കെ N80 ആണ്. അടിപൊളി ഗ്രോത്തുള്ള പ്ലാന്റാണ്. ഈ മാവൊക്കെ കണ്ടില്ലേ, വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ട് പുതിയ തെഴു വന്നതാണ്. തോട്ടം എന്ന് പറഞ്ഞാൽ ആദ്യം വാഴത്തോട്ടമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അങ്ങനെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വാഴ വെച്ച ടൈമിൽ ഇവിടെ കുറ്റ്യാടി തെങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തെങ്ങ് അങ്ങനെ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ തെങ്ങിൻ്റെ ആ ഒരു ഗ്യാപ്പ് കൂടെയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ മാവും മറ്റ് ഫലവൃക്ഷങ്ങളും വെക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കയറ് കെട്ടി ലെവൽ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ആ മരത്തും വന്ന് ഇങ്ങനെ കറക്റ്റ് നമ്മളൊരു ലൈൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞുതാ കണ്ടില്ലേ, ആ ഒരു മരക്കമ്പൊക്കെ മാറ്റിയിട്ടിട്ട്, തെങ്ങിൻ്റെ പട്ടയൊക്കെ മാറ്റിയിട്ടിട്ട് ലെവൽ ഒന്നും കൂടി ക്ലിയർ ആക്കുകയാണേ. അത് വെട്ടിയിട്ടേ ഒന്നും കൂടി കയറ് വലിച്ചു മുറുക്കാം. കയറ് അടിക്കുമ്പോൾ ഏകദേശം ഇവിടേക്കാണ് ഒരു കയറിൻ്റെ ലെവൽ വരുന്നത്. അപ്പോൾ ഇതിലാണ് നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ അയൽവാസിൻ്റെ ചെറുനാരങ്ങൻ്റെ മരമാണിത്. അത്യാവശ്യം നല്ല കായ്കളുണ്ട്. ഇവിടെ പഴുത്ത ചെറുനാരങ്ങ ചാടി കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കൊമ്പ് നമ്മളിവിടെ പ്ലാന്റ് നട്ടാൽ അതിനൊരു തടസ്സമാണ്, കാനലായി മാറും. അപ്പോൾ നമുക്കിവിടെ ചെറിയ മാവും തൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നട്ടാൽ അതിങ്ങോട്ട് വളർന്നോളൂ. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമല്ലേ. എന്തായാലും ഈ ഒരു കൊമ്പ് മുറിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് മോശമാണ്. കാരണം ഒരുപാട് ചെറുനാരങ്ങ ഇതിലുണ്ട്. കണ്ടില്ലേ, ഇത് കുറ്റ്യാടി തെങ്ങാണ്. പക്ഷേ ഇതിന് നല്ല നോട്ടക്കുറവ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഈ പട്ടയൊക്കെ ഇവിടെ കിടന്ന് ദ്രവിച്ച് പോയേക്കാണ്. ഇവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു തെങ്ങൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് കണ്ടോ കേട്ടോ. ഇപ്പം നമ്മുടെ തെങ്ങിൻ തൈ കണ്ടല്ലേ, നല്ല ഉഷാറ് തെങ്ങായിട്ടാണ്. കണ്ടില്ലേ, ഇവിടെ ആകെ വൃത്തികേടായിട്ട് ഇതിൻ്റെ ആ മട്ടലും കൊതുമ്പൊക്കെ അങ്ങനെ കിടക്കിയതും. അപ്പോൾ അതൊക്കെ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനാക്കി ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. ന്യൂട്രിമിക്സിൻ്റെ വളാട്ടോ നമ്മളിവിടെ ഉപയോഗിക്കണത്.
ബിസ്മി വലിയ വെച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെ, തോട്ടം ഒന്നിച്ച് കിടക്കുന്ന തോട്ടമാണെങ്കിലും 4 സെക്ഷനായിട്ട് 4 തട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകളല്ല നമ്മൾ ഒന്നാമത്തെ തട്ടിൽ ഏറ്റവും ടോപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ എൻട്രൻസ് ആണ്. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ അതിരിൻ്റെ സൈഡ് കൂടെ നമ്മൾ കമുക് നട്ടിട്ടുണ്ട്. പക്ഷേ ഈ കമുക് നട്ട ഈ ഒരു ഭാഗം കണ്ടില്ലേ, കംപ്ലീറ്റ് വള്ളിപ്പടർപ്പ് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വള്ളിപ്പടർപ്പ് മൂടലൊന്നും നമ്മുടെ ജോലിയല്ല. പക്ഷെ എന്നാലും എന്താ വെച്ചാൽ നമ്മുടെ ഈ മതിലിനോട് ചേർന്നാണല്ലോ കമുക് വെച്ചത്. അപ്പോൾ നമ്മളിവിടെ നട്ട് പോയി കഴിഞ്ഞാൽ ഈ വള്ളിപ്പടർപ്പ് നേരെ കമുകിനെ വന്ന് മൂടും. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ ഈ വള്ളിപ്പടർപ്പൊക്കെ വെട്ടി ക്ലീനാക്കി കൊടുക്കും. ഇവിടുത്തെ ജോലി വൃത്തിയാവണ്ടേ. സൈഡ് കംപ്ലീറ്റ് വെട്ടി. ഇനി നമ്മുടെ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഭാഗം കാണിച്ചു തരാം കേട്ടോ. വമ്പൻ കാടാണ്. ഇവിടെ ഇങ്ങനെ ഒരു മതിലുണ്ടെന്ന് അറിയേയില്ല. അപ്പോൾ ഇതിനി ആ കാടൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കാണട്ടോ, നല്ല ഭംഗിയായിരിക്കും. യോ പറ്റേ ഇത് മറ്റു പിടിച്ചേക്കണം. സമയം വേണ്ട. അപ്പോൾ അത് നമുക്ക് ആകെ ഒരു 15 മിനിറ്റ് അവിടെ വന്നിട്ടുള്ളൂ. 15 മിനിറ്റിൽ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് വൃത്തിയാക്കി. ഈ വേലി ഉണ്ടല്ലേ, അപ്പോൾ ആ വേലീൻ്റെ അപ്പുറത്ത് നമ്മൾ കുഴിച്ചിട്ട് കമുകും കാണാം. അപ്പോൾ കമുകിൻ്റെ വളർച്ചയ്ക്കും തടസ്സമില്ല. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റും ഹാപ്പി, നമ്മളും ഹാപ്പി. കാരണം ഇത് നമ്മൾ ഏറ്റെടുത്ത ജോലിയിലില്ലാത്ത ജോലിയാണ്. ഇതൊക്കെ ഒരു മാനുഷിക സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോഴല്ലേ നമ്മൾ ചെയ്യണ വർക്ക് ഒരു വൃത്തിയാവുള്ളൂ, ഫിനിഷിങ് ആവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, റോട്ടൊന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യൂ കണ്ടില്ലേ, അടിപൊളി. ആദ്യം ഇതൊന്നും കാണിയിരുന്നില്ല. അപ്പോൾ നമ്മൾ വേലി വെട്ടിപ്പോൾ ഇവിടെ കുറച്ച് പുല്ല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ ഏതായാലും നമ്മൾ ആ ഒരു കാലി വണ്ടിയും കൊണ്ടാണ് പോകുക, ജീപ്പും കൊണ്ടാണ് പോകണം. അപ്പോൾ നമ്മളെ അയൽവാസി ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് കുറച്ച് ആടുണ്ട്. ആ ആടിന് തിന്നാനുള്ള പുല്ലും ഇതായി. ഈ തെങ്ങൊന്നും ശരിയല്ല. തെങ്ങിനൊക്കെ ഒന്ന് തടം കീറി വളമിട്ടിട്ട് തെങ്ങൊക്കെ ഒന്ന് കുത്തി ലെവലാക്കാണ്ട്. കണ്ടില്ലേ, തെങ്ങിൻ്റെ പട്ടയ്ക്ക് അങ്ങനെ കോലം കെട്ടി കിടക്കണം. ഇതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കാണ്ട്. അപ്പോൾ മൂപ്പരോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സെക്ഷനിലാണ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റൊക്കെ നട്ടത്. അത് ഈ ഒരു പുല്ല് പിടിച്ചതുകൊണ്ട് അങ്ങനെ കാണൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റൊക്കെ നട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ ഇതിൻ്റെ ഓണർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആളിപ്പോൾ ദുബായിലുള്ളത്. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് മൂപ്പർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തോട്ടം മൂപ്പര് ഗൾഫിലായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഈ ഒരു തോട്ടം ഇങ്ങനെ കിടക്കുന്നത്. ആദ്യം ഇത് പാട്ടത്തിന് വാഴക്കൃഷിക്കും പൂളകൃഷിക്കും കൊടുത്തതാണെന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് കംപ്ലീറ്റ് സൈഡിൽ കൂടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് മൂപ്പർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കണ്ട കാര്യം പറഞ്ഞല്ലോ, ഈ തെങ്ങിൻ തൈയൊക്കെ നല്ല കുറ്റിയാടി തെങ്ങാണ് ഇതിൽ നട്ടിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ, ശ്രദ്ധിക്കാഞ്ഞിട്ട് ഇതിൻ്റെ പട്ടയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്ത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അത് നല്ല വൃത്തിക്കാവുള്ളൂ. ഇത് ഞാൻ നേരത്തെ ആ ഒരു വൃത്തിയാക്കിയൊരു തെങ്ങാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മൂപ്പർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് സമയം പോലെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റിൻ്റെയൊക്കെ വളർച്ച എത്രത്തോളം എത്തി എന്ന് കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അയൽവാസി ചേച്ചിക്ക് ആടിന് കൊടുക്കാൻ തീറ്റ എടുക്കുമെന്ന് പറഞ്ഞത് വെറുതെ കേട്ടോ. കണ്ടില്ലേ, കംപ്ലീറ്റ് പുല്ലെടുത്ത് നമ്മൾ ജീപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വയ്യ, ഞങ്ങൾ രണ്ടാളും ആകെ ക്ഷീണിച്ചു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.